ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ നമുക്കിന്ന് രട ഉണ്ടാക്കിയാലോ? 4 മണിക്ക് നല്ല മഴയില്ലേ? അപ്പോൾ ഒരു പ്ലാച്ചിൻ്റെ ഇലയാണ് കേട്ടോ അത്. നമുക്ക് കുറച്ച് ഉപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് നനച്ച് കൊടുക്കാം. അതാട്ടോ, വെള്ളം ഒഴിച്ചിട്ടുണ്ട്, ഉപ്പ് വെള്ളം ഒഴിച്ചിട്ട്. അതിൻ്റെ ഇടയ്ക്ക് മക്കൾ നന്നായിട്ട് തിരക്കൂട്ടും കേട്ടോ, ഇടയ്ക്കൊക്കെ വന്നങ്ങാണ്ടേ. നല്ലോണം നനയണേ. ഇതാട്ടോ, അപ്പം ഞാൻ നന്നായിട്ടിത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതെങ്ങനെ ആയിട്ടുണ്ട്. ഇനി നമുക്കത് നമ്മളെ ഈ ഇലയിൽ ഇങ്ങനെ തേങ്ങയും പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നമുക്കത് പരത്തി വെക്കാം. നമ്മൾ ഇഡ്ഡലി ചെമ്പിൽ ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട്. നമുക്കത് ഗ്യാസ് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. ഗ്യാസ് പൂട്ടിക്കട്ടോ. വെള്ളം തിളച്ചിട്ട് നമ്മളെ സാധനങ്ങൾ ഇടാം കേട്ടോ. ഞാൻ തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. നമ്മുടെ ഇലടക്കിലെ മാവ് നമ്മളെ ഇലയിൽ പരത്തി കൊടുക്കാം. ഇങ്ങനെ നമ്മുടെ മാവ് ഇലയിലേക്ക് വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കും. നമ്മുടെ വെള്ളം നന്നായിട്ട് തിളക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് പരത്തി കൊടുക്കാം. കുറച്ച് ഷുഗർ കൊടുക്കാം. അതാ ഇങ്ങനെ നമ്മളെ അട റെഡിയായി. ഇനി ആവിയിലിട്ട് വേവിക്കാം. അപ്പോൾ അതാ നമ്മളെ ആവിയിലേക്ക് വെക്കേണ്ട നമ്മളെ ഇഡ്ഡലി ചെമ്പിൻ്റെ തട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ സാധനം അങ്ങനെ അയക്കിങ്ങനെ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുക. നല്ലോണം പ്രസ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ പഞ്ചസാര ഉരുകിയും കണ്ട് പുറത്ത് വരാനുള്ള സാധ്യത ഉണ്ട്. നന്നായിട്ട് വേഗട്ടെ. ഓക്കെ, കൊടുക്കാം. ഇനി 2 ശർക്കര വെച്ചെങ്ങാണ്ടും ഞാൻ ഉണ്ടാക്കണുണ്ട്. ായിട്ടും ഉണ്ടാക്കട്ടെ. അപ്പോൾ നമ്മുടെ സാധനം നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് മാറ്റാം. നമ്മുടെ സാധനം അടിപൊളിയായി വെന്തിട്ടുണ്ട്. ഇനി അടുത്തടുത്തത് വെച്ചിട്ടുണ്ട്. അതങ്ങനെ വെന്ത് മാറ്റാം. അട അടിപൊളിയായിട്ട് ശരിയായിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബായ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.